Okay, welcome to another video lesson. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി, കൈൻഡ്സ് ഓഫ് കമ്പനി ഓർ ടൈപ്സ് ഓഫ് കമ്പനി. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നാട്ടിൽ കമ്പനീസ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ലെസൺ. First, types of company. First one, on the basis of incorporation. ഇൻകോർപ്പറേഷന്റെ ബേസിൽ കമ്പനീസ് ത്രീ ടൈപ്സ്: ചാർട്ടേഡ് കമ്പനീസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഉണ്ട്, രജിസ്ട്രേഡ് കമ്പനീസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ചാർട്ടേഡ് കമ്പനീസ്. വാട്ട് ഈസ് ചാർട്ടേഡ് കമ്പനീസ്? ദ ഫോം ഓഫ് കമ്പനി കുഡ് ബി formed by the crown had always the power to grant the charter incorporation, and it was by this means the chartered company were formed. A chartered company is regulated by the chartered. Incorporating it, the Companies Act does not apply for it. That means നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തിന്റെ ക്രൗൺ, അത് ആരാണോ അവിടുത്തെ മറ്റൊരു രാജ്യത്തിന്റെ നിയന്ത്രിക്കുന്ന ആള്, അവര് പറയുന്ന പ്രകാരം, അവർ തരുന്ന പെർമിഷന്റെ പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇതെന്ന് പറയുന്നത് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കി നോക്കുക, നമ്മളെ നാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ചാർട്ടേഡ് ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഇതൊക്കെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അവിടുത്തെ കിങ് ഓർ ക്യൂൺ ആരാണോ അവർ പറയുന്ന ബേസിലാണ് ഏതുണ്ടാവുക, ഈ ചാർട്ടേഡ് കമ്പനി ഉണ്ടാവുകയും ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിയമപ്രകാരം നിലവിൽ വരുന്ന കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂ ഓർ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ എ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ദാറ്റ് മീൻസ് ഒരു പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ പാസ്സാക്കുന്ന നിയമമോ വെച്ചുകൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. ദീസ് കമ്പനീസ് ആർ ഫോംഡ് ഇൻ ദി കേസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്തരം കമ്പനീസ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക, അതിന്റെ ഫങ്ഷൻ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദീസ് കമ്പനീസ് ഡു നോട്ട് ഹാവ് എനി മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനി ഫോം ചെയ്യുമ്പോഴോ രജിസ്റ്റർ ചെയ്യുമ്പോഴോ ഫോം ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടന്നാൽ വേണ്ട മെയിൻ കാര്യമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഉണ്ടെങ്കിലേ കമ്പനിയുടെ എന്ത് നടക്കുള്ളൂ, രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത് നിയമം പാർലമെന്റിൽ പാസ്സാക്കി, അത് ലോക്സഭയിൽ പാസ്സാക്കി, രാജ്യസഭ അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ റെയിൽവേ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കമ്പനി ആൻഡ് ഓൾസോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതൊക്കെ ഇതിന്റെ ബേസിലാണ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ ബേസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, രജിസ്ട്രേഡ് കമ്പനീസ്. രജിസ്ട്രേഡ് കമ്പനീസ്, ദാറ്റ് മീൻസ് any company formed under Companies Act 2013 or earlier any act. നമ്മൾ കമ്പനീസ് ആക്ട് പറഞ്ഞു പോയതായിരുന്നു 1956 ഉണ്ട്, അതേപോലെ 2003 ഉണ്ട്. ഈ കമ്പനി ഈ സമയത്ത് ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനിയെയും നമുക്ക് ഏത് വിളിക്കാൻ പറ്റും, രജിസ്ട്രേഡ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. അത് പബ്ലിക് കമ്പനി ആവാം, പ്രൈവറ്റ് കമ്പനി ആവാം. അത് ഒരു നിയമത്തിൽ, ഇന്ത്യൻ ആക്ട് ഏത് നിയമമാവട്ടെ, ആ നിയമത്തിൽ രജിസ്റ്റർ ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന കമ്പനിയെ നമുക്ക് രജിസ്ട്രേഡ് കമ്പനി എന്ന് പറയാം. ഇപ്പോൾ these companies derive their powers from the Companies Act, from Memorandum of Association and the internal rules regulations described in Articles of Association. Articles of Associationലും അതേപോലെ Memorandum of Associationലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരമാണ് ഏത് മുന്നോട്ട് പോവുക, ഇത്തരം കമ്പനി മുന്നോട്ട് പോവുകയും ചെയ്യുക. So these are the important types on the basis of incorporation. And another one that is called on the basis of liability. Companies limited by shares, companies limited by guarantee and unlimited company. അഥവാ അവരുടെ ബാധ്യതകൾ എത്രമാത്രമുണ്ടോ അതിന്റെ ബേസിലാണ് ഒന്ന് ഷെയർസിന്റെ ബാധ്യത, മറ്റൊന്ന് ഗ്യാരണ്ടിയുടെ ബാധ്യത, അൺലിമിറ്റഡ് കമ്പനി. വാട്ട് ഈസ് company is limited by guarantee? A limited by guarantee is a company having the liability on its members limited by the memorandum to such amount as the members may be respectively undertake by the memorandum to contribute to the asset of the company in event that of its winding up or wound up. That means
നമ്മൾ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വാങ്ങിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമാണ് നമ്മൾ പറയണം നിങ്ങൾ കമ്പനി അടച്ചു പൂട്ടേണ്ടി വന്നാൽ അതിന്റെ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി സം എമൗണ്ട് ആർക്ക് കൊടുക്കണം, ഈ കമ്പനിക്ക് കൊടുക്കണം. അത്തരം ഒരു കണ്ടീഷനിൽ നമ്മൾ വെക്കുന്ന കമ്പനിയാണ് ഇതെന്ന് പറയുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. such companies may or may not have in share capital. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. But they are formed generally without share capital for non-trading purposes such as promotion, art, science, commerce, cultural and charity process. Chambers of commerce, trade associations, sports are usually guarantee companies. Guarantee കമ്പനിയുടെ എക്സാമ്പിൾ അഥവാ നമ്മൾ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇത്ര രൂപ ഈ കമ്പനി അടച്ചു പൂട്ടി അതിന്റെ ബാധ്യത തീർക്കാൻ ഞങ്ങൾ പൈസ തരാം എന്നുള്ള രീതിയിൽ ഫോം ചെയ്യുന്ന കമ്പനിയാണ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. Company limited by shares means a company having the liability on its members limited by the memorandum to the amount, if any, unpaid the shares respectively by held by them. If a shareholder has already paid the total amount of his shares, he shall have no further liability at all. If the any amount is remain unpaid on shares, it can be called up at any time during the lifetime of the companies and at the time of winding up. The companies limited by shares can be public or private corporation. Then, however, the liability of shareholders is limited to the share പ്രൈസ് ഓൺലി. അഥവാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 രൂപയുടെ ഷെയർ നമ്മൾ വാങ്ങിച്ചു, അതിന് 5 രൂപ കൊടുത്തു, 5 രൂപ ഇനിയും ആർക്ക് കൊടുക്കാനാണ്, കമ്പനിക്ക് കൊടുക്കാനാണെങ്കിൽ ആ 5 രൂപ 10 രൂപയുടെ ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, 5 രൂപ കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കി വരുന്ന ആ ഒരു എമൗണ്ടിൽ 5 രൂപക്ക് വിളിക്കുന്ന പേരാണ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. അഥവാ കമ്പനിയോടുള്ള നമ്മളെ ബാധ്യത എന്ന് പറയുന്നത് ബാക്കി 5 രൂപയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. Next one, unlimited company. Define unlimited company has the company not having any limit on the liability of its members. ഒരു ലിമിറ്റും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു കമ്പനിയെ വിളിക്കുന്ന പേരാണ്. അഥവാ നമുക്ക് ആ കമ്പനിയുമായിട്ട് യാതൊരു ബാധ്യതയും ഇല്ലാത്ത അത്തരം മേഖലകളിലുള്ള കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏതാ, അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഷെയർസിൽ 10 രൂപ കൊടുത്ത് 10 രൂപയുടെ ഷെയർ ആണ്, 10 രൂപ നമ്മൾ കൊടുത്താൽ പിന്നെ ഇതിൽ വന്നു അൺലിമിറ്റഡ്, ഒരു ലയബിലിറ്റി ഒരു ബാധ്യതയും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അൺലിമിറ്റഡ് കമ്പനീസ് ആർ സച്ച് ഓർഗനൈസേഷൻ where the liability of stock and its shares is limited. It many cost shareholders their asset in case of liquidation of the companies and bankruptcy. So next one, അടുത്തൊരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ബേസിൽ 3 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് 1 person കമ്പനി. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്, 1 person കമ്പനി എന്താണ്. നമ്മൾ 2013 ആക്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. മെയിൻ ആയിട്ട് വന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഏതാണ്, 1 person കമ്പനി വന്നു എന്നുള്ളതാണ്. 1 person കമ്പനിയാണ് 2013 മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് 1 person കമ്പനി. A public company means a company which is not a private company and has a minimum paid up share capital, provided that a company which is subsidiary of a company not being private company shall be deemed to be a public company for the purpose of this act, even though such subsidiary company continued to be a private company on its articles. അഥവാ കമ്പനീസ് ആക്ട് 2015, that means അമെൻമെന്റിൽ പറയുന്നു the minimum paid up share capital requirement is 5 lakh for forming a public company has been done away. No minimum paid up capital requirements will not now apply the incorporating public companies in India. സോ ഒരു കാര്യം എന്ന് പറയുന്നത് 7 members ആണ് ഇതിന്റെ മിനിമം എന്ന് പറയുന്നത്. മിനിമം 7 members, മാക്സിമം അൺലിമിറ്റഡ് ആണ്. ദെൻ 5 lakh പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പബ്ലിക് കമ്പനി. അഥവാ കമ്പനി ഓൺ ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്തായിരിക്കും, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്തുകൊണ്ടായിരിക്കാം കമ്പനി എന്ത് ചെയ്യുന്നത്,
മുന്നോട്ട് പോകുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക എന്നർത്ഥം. പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പബ്ലിക് കമ്പനി. ഇറ്റ് ഈസ് ഫോംഡ് when minimum number is 2 person is called a private company. നേരത്തെ നമ്മൾ 5 പേരെ പറഞ്ഞു. ഇവിടെ പ്രൈവറ്റ് കമ്പനിയിൽ 2 പേരാണ് മിനിമം എന്ന് പറയുന്നത്. വി ആർ ഫിക്സിങ് എ ടാർഗറ്റ്, മാക്സിമം നമ്പർ ഈസ് 200. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 200 പേരെ മാക്സിമം പ്രൈവറ്റ് കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, accept ചെയ്യാൻ പറ്റുള്ളൂ, include ചെയ്യാൻ പറ്റുകയുള്ളൂ. So a private company means a company having a minimum paid up share capital which by its articles restricts the transfer of its shares. Shares transfer ചെയ്യുന്നതിനുണ്ട് അവർക്ക് restrictions ഉണ്ട്. മിനിമം എന്ന് പറയുന്നത് 2 ആണ്, മാക്സിമം എന്ന് പറയുന്നത് 200% ആണ് ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. So next one person company. That means one person company is a kind of private company having only one member. ഒരാള് മാത്രമുള്ള കമ്പനി. അഥവാ that means Section Companies Act Section 2 subsection 62 of the Companies Act 2013 define that one person company means a company which has only one person as a member. As per Section 3 subsection 1, a company may be formed for any lawful purpose by one person. Both the company to be formed is to be one person company, that is to say a private company by subscribing his name to a memorandum and complying with the requirements of this act and respect of registration. ഒരാള് മാത്രം അഥവാ മിനിമം ഡയറക്ടർ എന്ന് പറയുന്നത് ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. ആ ഒരാൾക്ക് നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് one person company എന്ന് പറയുന്നത്. And another one that is called on the basis of ownership. Ownership in a basis, 2 types of company. First one is called government company and non-government company. What is that? Government companies are public enterprises incorporated under Indian Companies Act is called companies, government company. അപ്പോൾ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഓഫ് ഷെയർസും ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ അത്തരം കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഏത്? ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. നോക്കി നോക്കാം. എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ it is held by central government or any state government or governments or partly central government and partly one more state governments, include the company which is a subsidiary company of such a government company. അഥവാ ഒരു നേരെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാവാം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലാവാം, അല്ലെങ്കിൽ പാർട്ടി ആയിട്ട് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് പാർട്ടി ആവാം, അല്ലെങ്കിൽ 2 or 3 കമ്പനി 2 or 3 സ്റ്റേറ്റുകൾ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന കമ്പനി ആവാം. അത്തരം കമ്പനികളുടെ ഒക്കെ 51% ഷെയറും ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കൈകളിലാണെങ്കിൽ അത്തരം കമ്പനിയെ നമുക്ക് ഏത് വിളിക്കാൻ പറ്റും? ഗവൺമെന്റ് കമ്പനീസ് എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഫോർ എക്സാമ്പിൾ പറയുന്നു സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, മിനറൽസ് ആൻഡ് മെറ്റൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സെട്ര. ഇതൊക്കെ ഒരുപാട് ഗവൺമെന്റ് കമ്പനീസിന്റെ എന്താണ് ഉദാഹരണങ്ങളാണ്. This is types of organization where which both the government and private individuals are shareholders. Sometimes these companies are also called mixed ownership companies. And നേരത്തെ പറഞ്ഞ non-government companies, just opposite. Non-government company or NGOs are the company include all those companies which are registered under the Companies Act but not as government company. Company register ചെയ്തിട്ടുണ്ട്, പക്ഷേ മെജോറിറ്റി ഓഫ് ഷെയറും പ്രൈവറ്റ് പാർട്ടീസിന്റെ കൈകളിലായിരിക്കാം, ഗവൺമെന്റിന്റെ കൈകളിൽ അല്ലെങ്കിൽ അത്തരം കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് നോൺ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും നല്ലത്.